ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇപ്പോൾ വേനൽക്കാലമൊക്കെയാണ്. ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞിരുന്നു പുല്ലിൻ്റെ ലഭ്യതക്കുറവും പിന്നെ വെള്ളത്തിൻ്റെയൊക്കെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പുതിയൊരു ഐഡിയ ആണ്. ഇതിപ്പം നമ്മുടെ ആറ്റിലൂടെ ഇങ്ങനെ പുല്ലും കെട്ട്, ഇതിലും വലിയ പുല്ലും കെട്ടുകളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ പൊതുവേ ഒരു ചെറിയ പുല്ലും കെട്ടാണ്, വലിയ ഇതൊന്നുമില്ല. സാധാരണ വലിയ രീതിയിൽ പുല്ലും കെട്ടുകൾ ഇങ്ങനെ ഒഴുകി വരും ഈ സമയത്ത്. അപ്പം നമ്മൾ വലിയ വടവിട്ടൊക്കെയാണ് പിടിക്കാറ്. ഇതിപ്പോൾ ചെറിയൊരു കയറിലാണ് നമ്മൾ കെട്ടി നിർത്തിയേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ അടുപ്പിച്ച് അത്യാവശ്യം പുല്ലുകൾ നമ്മൾ ചെത്തിയെടുത്ത് അക്കുൻ്റെയൊക്കെ പോത്തിന് വേണ്ടിയാണ് ചെത്താൻ വേണ്ടി ഇവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ ചെത്തിയെടുത്ത് പോത്തിന് കൊടുക്കുകയും ഇങ്ങനെ അടുപ്പിച്ച് വെക്കുമ്പോഴത്തേക്കും പോത്ത് ഇറങ്ങി തിന്നുന്ന ഒരു രീതിയാണ് ഇപ്പം ഇവിടെ ഉള്ളത്. ഇപ്പം നമ്മുടെ പോത്തും കൂടെ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നോക്കുന്നത്. നോർമലി അവിടെ നിന്ന് കക്ഷി പുല്ല് കഴിച്ചുകൊണ്ടിരുന്നതാണ്. അതായത് ഇപ്പം നമ്മുടെ പോത്തുംകുട്ടം വെള്ളത്തിലാണ് കൂടുതൽ സമയം. ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോ ഇട്ടായിരുന്നു. രാത്രി കാലങ്ങളിൽ വരെ പോത്ത് വെള്ളത്തിലാണ് കിടക്കുന്നത്, കരയ്ക്ക് കിടക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം ഇത് ചൂടായതുകൊണ്ട് ചൂടിൻ്റെ ഒരു പ്രോബ്ലവും, രണ്ടാമത് ഈ കൊതുകിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയാണ് പോത്ത് ഇങ്ങനെ വെള്ളത്തിലാണ് കിടക്കുന്നത്. പക്ഷേ ഒരു അപകടമുണ്ട്. ആറ്റിൽ കഴുനയുടെ ശല്യമൊക്കെ ഉണ്ട്. അക്കരെ ആരെയോ കടിച്ചെന്നൊക്കെ കേട്ടു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇപ്പോൾ രാത്രി നമ്മൾ വന്ന് പ്രത്യേകിച്ച് നോക്കി പോത്തിനെ കരയ്ക്ക് കയറ്റിയിട്ടൊക്കെ നമ്മൾ കിടക്കാറുള്ളൂ. കാരണം ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ ഇതാണിപ്പോൾ നമ്മൾ ചെയ്യുന്ന പുതിയൊരു രീതി.